warahmatullahi ta'ala wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. വളരെയേറെ ബഹുമാനവും ആദരവുമുള്ള സയ്യിദ് മദക്കതങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടുകാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്ലിസിന്റെ ബറക്കത്തും ഇതിന്റെ സവാബുമെല്ലാം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഷരീഫ് സഖാഫി ഉസ്താദിന്റെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. സുദീർഘനേരം സംസാരിക്കാനുള്ള അവസരമല്ല. ബഹുമാനപ്പെട്ട ഷരീഫ് സഖാഫി ഉസ്താദ് നേരത്തെ ബാദപ്പണി ഉസ്താദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു മഹത്വം വിളിച്ചോതുന്ന ഒരു മജ്ലിസാണിത്. അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ കൂടുതൽ അറിയപ്പെട്ട ഒരാളായിരുന്നുവെല്ലെങ്കിലും, അഥവാ സംഘടനാ രംഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് അറിയപ്പെട്ടിട്ടില്ലെങ്കിലും, അദ്ദേഹത്തിന്റെ ആന്തരികമായ ദീനിയായ ഖിദ്മത്ത് ധാരാളമാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ ഒരു അടയാളം സാഗറയിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. വിനീതനായ ഞാൻ കഴിഞ്ഞ റമളാനിന് മുമ്പ് നമ്മുടെ ഷരീഫ് സഖാഫി ഉസ്താദ് അവിടെയുള്ള ഒരു ഉറൂസ് പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ അവിടെ പോയി. അതിനു മുമ്പ് സാഗറിലെ മർക്കസിൽ സന്ദർശിക്കുകയും ഷരീഫ് സഖാഫി ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുകയും സാധിച്ചു. അങ്ങനെ ആരും അറിയാത്ത നിലക്കുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം തന്റെ ജീവിതത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പടച്ചവനോട് ദുആയിരുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആയുണ്ട്. ഉജഅലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, എനിക്ക് ശേഷം വരുന്ന തലമുറകളിൽ എന്നെ സംബന്ധിച്ചുള്ള നല്ല അഭിപ്രായങ്ങളും നല്ല വർത്തമാനങ്ങളും എന്നെ സംബന്ധിച്ച് ആളുകൾ പറയുന്ന വിധത്തിലുള്ള ഒരു അവസരം നീ ഉണ്ടാക്കണം എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനോട് ദുആയിരുന്നിട്ടുണ്ട്. ഇതുപോലെ ഷരീഫ് സഖാഫി ഉസ്താദിന്റെ മരണത്തിന്റെ ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഏതൊരാളും അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ സ്വഭാവത്തെ സംബന്ധിച്ചും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അതുതന്നെയാണ് ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന ഒരു ഖബൂലിയത്തിന്റെ ഒരു ലക്ഷണമായി നമുക്കതിനെ മനസ്സിലാക്കാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു, ഞാൻ സുദീർഘമായി സംസാരിക്കാനില്ല. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന ബഅദ മൗതിഹി. ഒരാള് മരണത്തിന്റെ ശേഷം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അമലാണ് ഇൽമൻ അലിമഹു അല്ലെങ്കിൽ അല്ലമഹു വനശറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ പഠിച്ച ഇൽമൻ അലിമഹു, അവൻ പഠിച്ച ഇൽമ്, അല്ലെങ്കിൽ അല്ലമഹു, അവൻ പഠിപ്പിച്ച ഇൽമ്, വനശറഹു, അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇൽമ് സ്വന്തം പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെ നശ്ർ ചെയ്യുകയും ചെയ്തൊരു കാര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തിന്റെ ശേഷം ഖബറിലേക്ക് എന്നെന്നും കിട്ടിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും വലിയൊരു അർഹതയുള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷരീഫ് സഖാഫി ഉസ്താദ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇൽമു പകരുകയും ആ ഇൽമിന്റെ സ്ഥാപനത്തിന് വേണ്ടി ജീവിതത്തിലുടനീളം പ്രവർത്തിക്കുകയും ചെയ്ത് ഇൽമിന്റെ ഒരു ഖാദിമായി മരണം വരെ ജീവിച്ചു എന്നത് അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഇത്തരമെല്ലാം സൽക്കർമ്മങ്ങളെയും ഖിദ്മത്തുകളെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അതിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ചെറിയ ആ യതീമായ മക്കൾ അല്ലാഹുവേ നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനെ. പിതാവില്ലാത്ത ഒരവസ്ഥ, പിതാവില്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരവസ്ഥ ആ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു സമയത്തും വരാത്ത വിധത്തിൽ അല്ലാഹുവേ ആ കുട്ടികളെ നീ വളർത്തണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നീ സബൂറും ക്ഷമയും നൽകണേ റഹ്മാനെ. ഈ വീട്ടിൽ ഇനി സന്തോഷവും റാഹത്തും ബറക്കത്തും എന്നെന്നും നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ് എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് കൂടുതൽ നേരം സംസാരിക്കാനുള്ള ഒരു അവസരമല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.